ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാനേജറെ ഹയർ ചെയ്യുന്ന ഒരു മാനേജർക്ക് അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അയാളുടെ ജോബ് റോൾ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. സോ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു അവർ ചാനൽ. സോ നമ്മൾ വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റർ ചെയ്യേണ്ട വർക്കിനെ ചുരുക്കിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ പ്രസൻസ് ആളുകളിലേക്ക് സോഷ്യൽ മീഡിയ വഴി എത്തിക്കുക എന്നുള്ളതാണ്. അത് രണ്ട് രീതിയിലാണ് ആ ഒരു പ്രോസസ്സിനെ നമുക്ക് പറയാൻ പറ്റുക. ഒന്ന്, നമ്മുടെ ബ്രാൻഡിനെ ബിൽഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രസൻസ് ആളുകളിലേക്ക് എത്തിക്കുക. രണ്ടാമത്, ആ പ്രസൻസ് എത്തിച്ചതിലൂടെ ആളുകളെ നമ്മുടെ കമ്പനിയിലേക്ക് മീൻസ് നമ്മുടെ സർവീസസ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സെയിൽസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്, അതായത് കൺവേർഷൻ ഉണ്ടാക്കിയെടുക്കുക, ക്ലയൻസിനെ നമ്മുടെ ബ്രാൻഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ്ലി, നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിൽഡ് ബ്രാൻഡ് പ്രസൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, അതായത് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമ്മുടെ ബ്രാൻഡിനെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ നമ്മൾ കറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്, കറക്റ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കറക്റ്റ് ഓഡിയൻസ് ആരാന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഏത് ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, മീൻസ് ഏതൊക്കെ തരത്തിലാണ് നമ്മൾ കണ്ടൻസ് പ്രൊമോട്ട് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ആണോ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ബിസിനസ്, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ് തുടങ്ങിയിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ ഏത് പ്ലാറ്റ്ഫോം ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ഓഡിയൻസിൻ്റെ ടൈം ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ഓഡിയൻസിൻ്റെ വിഷ്വൽ അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യങ്ങളുണ്ട്. അതിനൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കണ്ടന്റ് പുഷ് ചെയ്യാനും സമയം നമ്മൾ നിർണ്ണയിക്കാനും അതുപോലെ തന്നെ എത്രത്തോളം കണ്ടന്റ് നമുക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യാനും. സോ സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യേണ്ടതാണ് ഈ ഒരു ബ്രാൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ നമുക്ക് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റർ അയാളുടെ ത്രൂ ഔട്ട് എ ഡേ നമ്മുടെ ഡ്യൂട്ടിയിൽ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മന്ത് കംപ്ലീറ്റ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് കണ്ടന്റിലേക്ക് വരാം. അതായത് കണ്ടന്റ് കലണ്ടർ ആൻഡ് പോസ്റ്റിംഗ്, ഈ ഒരു ഏരിയ ആണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് പ്ലാൻ ആൻഡ് ഷെഡ്യൂൾ പോസ്റ്റ്സ് അല്ലെങ്കിൽ കണ്ടന്റ്സ്. എന്തൊക്കെ കണ്ടന്റാണ് നമുക്ക് പുഷ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് പുഷ് ചെയ്യേണ്ടത്, അതിനൊരു ചാർട്ട് നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കി വെക്കുക. ഒരു ദിവസം എത്ര പോസ്റ്റ്, ഒരു വീക്കിൽ എത്ര പോസ്റ്റ്, എന്താണ് ആ ഒരു വീക്കിൽ ചെയ്യേണ്ടത്. മേ ബി സ്പെഷ്യൽ ഡേയ്സ് വരുന്ന ഏരിയാസ് ഉണ്ടാവാം, സ്പെഷ്യൽ ഓഫേഴ്സ് വരുന്ന ദിവസങ്ങൾ ഉണ്ടാവാം, വീക്കെൻഡ്സ് പോലെയുള്ള ദിവസങ്ങൾ ഉണ്ടാവാം. സോ എന്തൊക്കെയാണ് പോസ്റ്റ്, ഏതൊക്കെ സമയത്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. സോ അതാണ് പ്ലാൻ ആൻഡ് ഷെഡ്യൂൾ പോസ്റ്റ്. അതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. അതിനെ പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കാം. ദെൻ നെക്സ്റ്റിലേക്ക് വരുമ്പോൾ വെറൈറ്റി ഈസ് ദ കീ. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ആണെന്ന് കരുതുക, നമുക്ക് അതിലെന്ത് ചെയ്യാം, പോസ്റ്റ് ഇടാം, ഫോട്ടോ പോസ്റ്റ് ചെയ്യാം, വീഡിയോ പോസ്റ്റ് ചെയ്യാം, ലൈവിൽ പോവാം, അതുപോലെ തന്നെ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാം. ഇൻട്രാക്റ്റീവ് ആയിട്ട് ആളുകളെ പല തരത്തിലുള്ള വെറൈറ്റീസ് കൊണ്ടുവന്നിട്ട്, ഏതൊക്കെ തരത്തിൽ നമുക്കൊരു വീഡിയോ ആണെങ്കിൽ തന്നെ അതിന് പല വെറൈറ്റീസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ഫോട്ടോസ് ആണെങ്കിൽ അതിൽ വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റും, പല ഡിസൈൻസ് കൊണ്ടുവരാൻ പറ്റും. ബേസിക്കലി വെറൈറ്റി ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. ഒരുപോലെ എല്ലാ പോസ്റ്റും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ കണ്ടന്റും ഒരേ വഴിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പുതുമ ഉണ്ടാവില്ല, ആളുകളെ അട്രാക്റ്റ് ചെയ്യിക്കാനുള്ള ഒരു പവർ ആ ഒരു കണ്ടന്റ് ഉണ്ടാവില്ല. സോ ഓരോന്നും മാറി ചെയ്യുന്ന സമയത്ത് ആളുകൾ അത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും, ആളുകളിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ദെൻ തേർഡ് വരുന്നത് ടൈലർ കണ്ടന്റ് ഫോർ ദ പ്ലാറ്റ്ഫോം. നമ്മുടെ പ്ലാറ്റ്ഫോം ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കണ്ടന്റാണ് നമ്മൾ പുഷ് ചെയ്യേണ്ടത്. ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ റീൽസ് ആവാം നമ്മൾ കൂടുതൽ ചെയ്യാറുള്ളത്, ആളുകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് റീൽസ് അതുപോലെ തന്നെ സ്റ്റോറീസ് ആണ്. നേരെ മറിച്ച് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും റീൽസോ അല്ലെങ്കിൽ ഫോട്ടോസോ മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടാവില്ല. കൂടുതൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൊടുക്കാം, ടിപ്സ് നമുക്ക് അതിൽ കൊടുക്കാം, ജോബ് റിലേറ്റഡ് ടിപ്സ് കൊടുക്കാം. അതുപോലെ തന്നെ കൂടുതൽ റൈറ്റിംഗ് കണ്ടന്റ്സ് ഒക്കെ നമ്മളതിൽ ഉൾപ്പെടുത്താം.
യൂട്യൂബിൽ വരുന്ന സമയത്ത് ലോങ് വീഡിയോസ് നമുക്ക് കൊടുക്കാൻ പറ്റും, ഷോർട്സ് കൊടുക്കാൻ പറ്റും. ഇത്തരത്തിൽ എന്താണ് നമ്മുടെ പ്ലാറ്റ്ഫോം എന്നുള്ളത് മനസ്സിലാക്കുക, അതിൻ്റെ ഓഡിയൻസിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് കണ്ടന്റ് പുഷ് ചെയ്യുക. ദെൻ ഫൈനലി വരുന്നത് പോസ്റ്റ് ഡ്യൂറിങ് പീക്ക് ടൈംസ്. ഓരോ ദിവസവും ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അതിൻ്റേതായിട്ടുള്ള സമയങ്ങളുണ്ട്. മേ ബി വൈകിട്ട് അല്ലെങ്കിൽ ഒരു ഹാങ് ഔട്ട് ചെയ്യുന്ന സമയങ്ങളായിരിക്കാം, ചിലപ്പം ജോബൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പുറത്തു പോക്ക് കഴിഞ്ഞ് നൈറ്റിൽ ചില സമയങ്ങളിൽ ആളുകൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതുണ്ടാവാം. നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡാഷ്ബോർഡിലോ ആ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പ്രൊഫൈൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന സമയം, ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന സമയം ഏതാണ്, ഏതൊക്കെ ജെൻഡറാണ് നമ്മുടെ പ്ലാറ്റ്ഫോം വിസിറ്റ് ചെയ്യുന്നത്, നമ്മുടെ പേജ് വിസിറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആവും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സമയം നോക്കിയിട്ട് ഏറ്റവും പീക്കായിട്ട് ആളുകൾ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ പേജ് വിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ മെയിൻലി ഈ ഒരു ഏരിയ ഇതാണ്, കണ്ടന്റ് പോസ്റ്റിംഗ്, അതുപോലെ തന്നെ അതിൻ്റെ കണ്ടന്റ് കലണ്ടർ എന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കും. നെക്സ്റ്റ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. അതായത് നമ്മുടെ പ്രസൻസ് മീൻസ് നമ്മുടെ ബ്രാൻഡിലേക്ക് ആളുകളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. ഇത് ആക്ച്വലി ആക്ടിവിറ്റി എന്നുള്ളത് ഒരു കൂടെ തന്നെ ഒരു ടിപ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കരുതുക. അതായത് നമ്മുടെ ബ്രാൻഡിലേക്ക് ആളുകൾ എത്തിക്കാനും അതുപോലെ തന്നെ കൂടുതൽ എൻഗേജ്മെന്റ്സ് നമ്മുടെ പേജിൽ അല്ലെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുത്താനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് റെസ്പോൺസ് ടു ദ കമൻറ്റ്സ് ആൻഡ് മെസ്സേജ് പ്രോംപ്റ്റ്ലി. നമുക്കൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഒരാളുടെ മെസ്സേജ് പോലും തുറന്നു നോക്കാതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ടൈം ടു ടൈം റിപ്ലൈ മെസ്സേജസിൽ കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ കോമൻസ്, നമ്മുടെ പോസ്റ്റിന് പലതരത്തിലുള്ള കോമൻസ് വരാം. അതിൽ എൻക്വയറീസ് ഉണ്ടാവാം, അപ്രീഷിയേഷൻസ് ഉണ്ടാവാം, റിക്വസ്റ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഉണ്ടാവാം. ഇതിനൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് ആ ഒരു എൻഗേജ്മെന്റ് അവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. ആളുകൾക്ക് നമ്മളോടുള്ള ഒരു അപ്രോച്ച്, ആ ഒരു പോസിറ്റീവ് അപ്രോച്ച് എപ്പോഴും കിട്ടും. നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും റിപ്ലൈ തരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവാം. സോ അവരെപ്പോഴും റെഗുലർലി നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യും എന്നുള്ളതാണ്. ദെൻ റൺ കോൺടെസ്റ്റ് ആൻഡ് ഗീവ് അവേസ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ പല ചാനലുകളിലും കാണുന്നതാണ് ഗീവ് അവേസ് കൊടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോൺടെസ്റ്റുകൾ, പലതരത്തിലുള്ള കോൺടെസ്റ്റുകൾ നടത്താറുണ്ട് പല പേജുകളും. സോ അതൊക്കെ എന്താണ്, നമ്മുടെ ഓഡിയൻസിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അത് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാം. ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് എൻകറേജ് ഡിസ്കഷൻസ്. നമ്മൾ സാധാരണ രീതിയിൽ സ്റ്റോറീസിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആളുകളുടെ ഫീഡ്ബാക്ക് എടുക്കാനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇതും ആളുകളുമായിട്ടുള്ള കോൺവെർസേഷൻസ് കൂട്ടാനും അതുപോലെ തന്നെ അതിൽ നിന്ന് സെയിൽസ് അല്ലെങ്കിൽ കൺവേർഷൻസ് ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദെൻ പാർട്ണർ വിത്ത് ഇൻഫ്ലുവൻസേഴ്സ്. നല്ല നല്ല ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മുടെ ബ്രാൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് കണ്ടന്റ്സ് നമുക്ക് പുഷ് ചെയ്യാം. സോ അവരുടെ വഴി വരുന്ന ആളുകൾക്കും മീൻസ് വ്യൂവേഴ്സ് അതുപോലെ തന്നെ എന്താ പറയുക, ക്ലയൻസിനെ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ഷോ അപ്രീസിയേഷൻസ്. നമ്മുടെ ഏതെങ്കിലും ഒരു ക്ലയൻറ്റിനെ, നമ്മുടെ ഒരു എന്താ പറയുക, ഹാപ്പി കസ്റ്റമേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും, അത്തരം ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. മീൻസ് അവരെ പറ്റിയിട്ട് നല്ല കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇടാം, പോസ്റ്റുകൾ ഇടാം. അതുപോലെ തന്നെ ഇവരുടെ കമൻസിനൊക്കെ നമുക്ക് സ്റ്റോറിയിൽ ആഡ് ചെയ്തിട്ടാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ പല പ്ലാറ്റ്ഫോംസിലുണ്ട്. സോ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആളുകൾക്ക് എൻഗേജ്മെൻറ്റ് കൂടുതൽ കൊണ്ടുവരാൻ, നമ്മുടെ പേജിൽ കൂടുതൽ ഇൻട്രാക്റ്റഡ് ആവാൻ, മീൻസ് അട്രാക്റ്റഡ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോൾ പറഞ്ഞത് 5 പോയിന്റ്സ് ആണ്. അറ്റ്ലീസ്റ്റ് ഇതിലൊരു 3 പോയിന്റെങ്കിലും നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. നമ്മളിവിടെ ഒരു എന്താ പറയുക, ലാക്ക് ഓഫ് കോൺഫിഡൻസ് കാണിക്കുകയോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് കാണിക്കുകയോ അല്ലെങ്കിൽ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പേജുകളിൽ കാണിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും ആ ഒരു ലിമിറ്റഡ് ലെവലിൽ മാത്രമായിരിക്കും ഗ്രോത്ത് ഉണ്ടാവുക. അധികം റീച്ച് കിട്ടില്ല. റീച്ച് ഉണ്ടായാലും ആളുകൾക്ക് കൺവേർഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എൻഗേജ്മെൻറ്റ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇതിലേതെങ്കിലും 3 മിനിമം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് മെസ്സേജസിനും കമൻസിനും റിപ്ലൈ ചെയ്യുക എന്നുള്ളത്. അത് എപ്പോഴും നമുക്ക് പോസിബിൾ ആയിക്കൊള്ളുന്നില്ല, പക്ഷേ അതിനെ ഈസ് ആക്കുന്ന രീതിയിലുള്ള പല ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് കാണുകയും പഠിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും.
ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. അടുത്ത ഏരിയ നമ്മൾ പറയുന്നത് അനലിറ്റിക്സ് ആൻഡ് ട്രാക്കിംഗ്. അതായത് നമ്മൾ ഒരു മന്ത്ലി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീരീഡ് ഓഫ് ടൈമിൽ ചെയ്തിട്ടുള്ള എല്ലാ വർക്കിൻ്റെയും ഒരു അനാലിസിസ് ചെയ്യുക എന്നുള്ളത്. എന്തൊക്കെ പോസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ കണ്ടന്റുകൾ നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം എൻഗേജ്മെന്റ്സ് അതിലുണ്ട്, എത്രത്തോളം റീച്ച് അതിനുണ്ട് തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റഡിനെയാണ് നമ്മളെന്ന് പറയുന്നത് അനാലിറ്റിക്സ് ആൻഡ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. കറക്റ്റ് ട്രാക്ക് ചെയ്യുക, അതിൽ എത്രത്തോളം കൺവേർഷൻസ് ഉണ്ട്, എത്ര റീച്ച് ഉണ്ട്, എത്ര ആളുകൾ അതിന് എൻഗേജ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര ആളുകൾ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നോർമൽ രീതിയിൽ നമുക്ക് പല പീരീഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇത് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനുള്ള സകല ഫീച്ചേഴ്സും നമ്മളെ എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിലും ഇത് അവൈലബിൾ ആണ്. 7 ദിവസം തൊട്ട് അതുപോലെ തന്നെ 30 ദിവസം, കഴിഞ്ഞ 30 ദിവസത്തെ ട്രാക്കിംഗ് നമുക്ക് നടത്താം, 1 ഇയറിലുള്ള ട്രാക്കിംഗ് നടത്താം, 6 മന്ത്സിലുള്ള ട്രാക്കിംഗ് നടത്താം തുടങ്ങിയിട്ട് പല പീരീഡിലുള്ള ഓപ്ഷൻസ് നമുക്ക് അതിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇതിൽ കൂടുതൽ നമ്മൾ സജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു 30 ഡേയ്സിൻ്റെ അനലിറ്റിക്സ് ആണ്. കാരണം നമുക്കൊരു ബഞ്ച് ഓഫ് കോണ്ടന്റ്സ് അതിൽ അവൈലബിൾ ആയിരിക്കും. നേരെ മറിച്ച് വീക്കിലി ചെയ്യുന്നത് കൂടുതൽ സജസ്റ്റീവ് ആകുന്നത് ആർക്കാണെന്ന് വെച്ചാൽ ഒരുപാട് കണ്ടന്റ് പുഷ് ചെയ്യുന്ന ആളുകളുണ്ടാവും. പെർ ഡേ മേ ബി 3 to 4 അല്ലെങ്കിൽ 3 to 5 കണ്ടന്റ്സ് ഒക്കെ പുഷ് ചെയ്യുന്ന ബ്രാൻഡുകൾ ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് ബെറ്റർ എന്ന് പറയുന്നത് വീക്കിലി ചെയ്യുന്നത്. കാരണം മന്ത്ലി വരുന്ന സമയത്ത് അത്രയും ഒരു ബൾക്കായിട്ടുള്ള കണ്ടന്റ് അവരുടെ മുമ്പിൽ ഉണ്ടാവും. സോ അതിൽ നിന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇനി എന്താണ് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്? ഇതാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. ട്രാക്ക് കീ മെട്രിക്സ്. നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള മെട്രിക്സ് ആണ് കൂടുതൽ റീച്ചിലേക്ക് കൊണ്ടുപോകുന്നത്, മീൻസ് നമ്മുടെ ഏതൊക്കെ മെത്തേഡാണ് ഏറ്റവും കൂടുതൽ റീച്ചിലേക്ക് കൊണ്ടുപോകുന്നത്, ഇനി ഏതിലാണ് എൻഗേജ്മെന്റ്സ് കൂടുതൽ വരുന്നത്, വെബ്സൈറ്റിൽ ക്ലിക്സ് വരുന്നത് ഏതിലാണ്, അതുപോലെ തന്നെ ഫോളോവേഴ്സ് ഗ്രോത്ത്, മീൻസ് നമ്മൾ ഏത് കണ്ടന്റ് വഴിയാണ് കൂടുതൽ ആളുകൾ ഫോളോവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്, ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്. ദെൻ സോഷ്യൽ മീഡിയ അനലിറ്റിക്സ് ടൂൾസ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ യൂസ് ചെയ്യുക. നമ്മുടെ കണ്ടന്റുകൾ പുഷ് ചെയ്തിട്ട് അതിൽ നിന്ന് കൂടുതൽ റീച്ച് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള റിസൾട്ട് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള തേർഡ് പാർട്ടി ടൂൾസ് ഒരുപാടുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ അപ്ലൈ ചെയ്യുക. അടുത്തതാണ് A/B ടെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെയിം കണ്ടന്റ്, സെയിം കാര്യങ്ങളുള്ള കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുക, പല തരത്തിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഉദാഹരണം പറയുകയാണെന്നുണ്ട്, ഒരു പോസ്റ്ററിൽ ബൈ ദിസ് ഷൂസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ വേറൊരു പോസ്റ്ററിൽ നമ്മൾ സെയിം സാധനം കൊടുക്കുകയാണ്, ബൈ ദിസ് ഷൂ ഫോർ ഇത്ര % ഡിസ്കൗണ്ട്, അങ്ങനെ ഒരു കണ്ടന്റ് കൊടുക്കുക. അതുപോലെ തന്നെ സെൻഡ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒരു പോസ്റ്റിന് കൊടുക്കുക, അല്ലെങ്കിൽ കോൾ ഫോർ ദിസ് എന്താ പറയുക, നമ്മുടെ ഡയറക്റ്റ്ലി കോൾ വരുന്ന ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, അതിൽ കൊടുക്കുക. തുടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള അപ്രോച്ചസ് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിൽ ഏതാണ് ആളുകൾ കൂടുതൽ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സെയിം സാധനം കൊടുത്തിട്ട് കൂടുതൽ നെക്സ്റ്റ് കണ്ടന്റിൽ നമുക്ക് കുറച്ചും കൂടെ റീച്ച് കൂട്ടാനും അതുപോലെ തന്നെ ആളുകളെ എൻഗേജ്മെന്റ്സ് കൂട്ടാനൊക്കെ നമുക്ക് അവിടെ ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏത് മെത്തേഡിലുള്ള കണ്ടന്റ് ആണ് കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത്, ആളുകൾ വാച്ച് ചെയ്യുന്നത്, ആളുകളെ എൻഗേജ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പെർട്ടിക്കുലർ മീൻസ് സെറ്റ് ഓഫ് കണ്ടന്റ്സ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ദെൻ ഫൈനലി അഡാപ്റ്റ് ആൻഡ് റിഫൈൻ യുവർ സ്ട്രാറ്റജി. അതായത് നമ്മൾ use the data you gather to continuously refine your social media strategy and improve your result. അതായത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കണ്ടന്റ്സ്, അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള മെത്തേഡ്സ്, അതുപോലെ തന്നെ റിസൾട്ട്സ്, ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഒന്ന് നിരത്തി വെക്കുക. എന്നിട്ട് ഇതിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്തായിരുന്നു, ഇതിലെവിടെയായിരുന്നു നമ്മുടെ മിസ്റ്റേക്ക്, ഏതിനാണ് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ റീഅറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻലി നമ്മുടെ ഒരു ട്രാക്കിംഗ് അല്ലെങ്കിൽ ഒരു അനാലിസിസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്ററുടെ 50% ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, പ്രത്യേകത എന്നല്ല, അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഓർഗാനിക്കലി നമ്മുടെ ബ്രാൻഡിൻ്റെ റീച്ച് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, എങ്ങനെ നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാം, ആളുകളിലേക്ക് അതിൻ്റെ പ്രസൻസ് എത്തിക്കാം എന്നുള്ളതാണ് ഇത്രയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
ഇനി പറയുന്നത് അടുത്ത 50% എന്ന് പറയുന്നത് പെയ്ഡ് ആഡ്, അതുപോലെ തന്നെ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അതിലൂടെ എങ്ങനെയൊക്കെയാണ് നമ്മൾ റീച്ച് കൂട്ടുക, എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. മേജറായിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ആണ് ഈ ഒരു പെയ്ഡ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. വലിയ വലിയ കമ്പനികൾ എന്തായാലും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതിൽ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള പോസ്റ്റുകളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്രത്തോളം കണ്ടന്റുകൾ നമ്മൾ യൂസ് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ബജറ്റ് പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ അനലിറ്റിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യം, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ഇതിൻ്റെയും ഭാഗമാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കാം. സോ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ക്യാമ്പയിൻ മാനേജ്മെന്റ് ആണ്. അതായത് നമ്മൾ പെയ്ഡ് അഡ്വർടൈസ്മെന്റിനെയാണ് ക്യാമ്പയിൻ എന്ന് പറയുക. നമ്മളൊരു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. സോ നമ്മുടെ ക്യാമ്പയിൻ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ക്യാമ്പയിൻ, ഇതാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. സോ ഡിഫൈൻഡ് ക്യാമ്പയിൻ ഗോൾസ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എന്തിനാണ് ആഡ് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ടാർഗറ്റ്, എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട്. അതായത് റീച്ച് കൂട്ടാനാണോ അല്ലെങ്കിൽ കൺവേർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ തുടങ്ങിയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്തിനാണ് ക്യാമ്പയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ബ്രാൻഡ് അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണോ, വെബ്സൈറ്റ് ട്രാഫിക് കൂട്ടാൻ വേണ്ടിയിട്ടാണോ, കൂടുതൽ ലീഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, നമ്മുടെ പോസ്റ്റിന് അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടന്റിന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണോ, അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചുരുങ്ങിയ രീതിയിൽ നമ്മൾ ആഡിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടാർഗറ്റ് ഓഡിയൻസ് സെലക്ഷൻ. ആരിലേക്കാണ് നമ്മുടെ ഈ കണ്ടന്റ് എത്തേണ്ടത്, മീൻസ് നമ്മുടെ ക്യാമ്പയിൻ എത്തേണ്ടത്, ഏജ് കാറ്റഗറി ഏതാണ്, അല്ലെങ്കിൽ ലാംഗ്വേജ് ഏതാണ്, ഏത് ടെറിട്ടറിയിലേക്കുള്ള ആളുകളാണ്. മീൻസ് ഇപ്പോൾ ഫുഡിൻ്റെ കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും സർവീസ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ കോണ്ടിനെന്റിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ കൺട്രിക്ക് വേണ്ടിയിട്ടാണോ, പെർട്ടിക്കുലർ ലൊക്കേഷന് വേണ്ടിയിട്ടാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതും നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ആളുകളുടെ ഇൻട്രസ്റ്റ്, അവരുടെ ബിഹേവിയർ, ലാംഗ്വേജസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ദെൻ സെറ്റ് ബജറ്റ് ആൻഡ് ബിഡിങ് സ്ട്രാറ്റജി. നമ്മൾ എത്രത്തോളം ബഡ്ജറ്റാണ് ഇതിന് മാറ്റിവെക്കുന്നത്, നമ്മുടെ ഈ ക്യാമ്പയിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ബിഡിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്കിപ്പോൾ പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആളുകൾ, മീൻസ് നമുക്ക് കിട്ടുന്ന ലീഡ്സ് അത് ക്വാളിറ്റി ലീഡ്സ് ആണോ അല്ലെങ്കിൽ ഒരു റാൻഡം ആയിട്ടുള്ള ലീഡ്സ് ആണോ, ഹയസ്റ്റ് റീച്ച് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഹയസ്റ്റ് ക്വാളിറ്റി ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ഫണ്ടിനെ നമ്മളൊന്ന് എന്ത് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. മീൻസ് നമ്മുടെ ബജറ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ബിഡിങ് സ്ട്രാറ്റജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then finally create compelling and ad copy and visuals. So create compelling ad copy and visuals എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിക്കോട്ടെ, അതിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആവട്ടെ, ഇതിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഡിസൈൻ ഉണ്ടാവാം, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് ഉണ്ടാവാം, ഒരു പോസ്റ്റർ ആണെന്ന് കരുതുക. അത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു പോസ്റ്റ് കൊടുക്കുന്നതും അതുപോലെ തന്നെ ആഡിന് വേണ്ടിയിട്ട് നമ്മളൊരു പോസ്റ്റ് കൊടുക്കുന്നതും ഒരിക്കലും സെയിം അല്ല എന്നുള്ളതാണ്. അതായത് ആഡിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്, അതിൻ്റെ ഡിസൈൻസിന് അതിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. സോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ കണ്ടന്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ കൊടുക്കുന്ന കണ്ടന്റ്സിന്, റൈറ്റിങ്സിന്, മേ ബി ഓഫേഴ്സിൻ്റെ ടാഗ്സിന്, അതുപോലെ തന്നെ ഹെഡ്ലൈൻസിനൊക്കെ ഒരു സ്പെഷ്യാലിറ്റി അതിലെന്തായാലും നിർബന്ധമാണ്. ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യാനും ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ അറ്റ്ലീസ്റ്റ് നമ്മുടെ കാർട്ടിലേക്ക് അത് ആഡ് ചെയ്തിടാനുള്ള രീതിയിലുള്ള ക്രിയേറ്റീവ്സ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ കൂടുതൽ ആഡിൽ പ്രൊമോട്ട് ചെയ്യേണ്ടത്. നമുക്ക് വെബ്സൈറ്റ്സ് ആവുമ്പോൾ അല്ലെങ്കിൽ മീൻസ് ഇതുപോലെയുള്ള ക്യാമ്പയിൻസ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ കൺവേർഷന് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോഷ്യൽ മീഡിയസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു മെയിൻ ഒരു എന്താ പറയുക പോയിന്റ് എന്ന് പറയുന്നത് റീച്ച് എന്നുള്ളതാണ്. ആളുകളിലേക്ക് ബ്രാൻഡ് അവയർനെസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് സോഷ്യൽ മീഡിയ കൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ
ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ ഈ ക്യാമ്പയിനും കൂടി ഉണ്ട് എന്നുള്ളതാണ്. സോ ക്യാമ്പയിൻ ആകുമ്പോൾ അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് നമ്മൾ എന്തായാലും കൊണ്ടുവരണം എന്നുള്ളതാണ്. ദെൻ ഫൈനലി വരുന്ന സമയത്ത് A/B ടെസ്റ്റ് ഡിഫറെൻറ്റ് ആഡ് വേരിയേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ആഡിൻ്റെ മെത്തേഡ്സ് മീൻസ് സ്ട്രാറ്റജിക്ക് കണ്ടന്റിനൊക്കെ വേരിയേഷൻസ് പലതും കൊണ്ടുവരാൻ ട്രൈ ചെയ്ത് നോക്കുക. ഏത് വേരിയേഷനാണ് മീൻസ് ഏത് പോസ്റ്ററാണ് ഏത് കണ്ടന്റാണ് കൂടുതൽ റീച്ച് കൊണ്ടുവരുന്നത്, ലീഡ് കൊണ്ടുവരുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള കണ്ടന്റ്സ് നമ്മൾ പുഷ് ചെയ്യുക. സോ ഇതാണ് മെയിൻലി ക്യാമ്പയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പോകുന്നത് ക്യാമ്പയിൻ ട്രാക്കിംഗ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ളൊരു ഏരിയയാണ്. ഏരിയയിൽ ഫസ്റ്റ് വരുന്ന കാര്യം എന്ന് പറയുന്നത് മോണിറ്റർ ആഡ് പെർഫോമൻസ്. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ഇതുവരെ പുഷ് ചെയ്തിട്ടുള്ള ഒരു ആഡ്, കറൻ്റ്ലി വർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആഡിൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുക. ഇതെങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മുടെ മെട്രിക്സ്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെട്രിക്സ് എങ്ങനെയൊക്കെയാണ്, നമ്മുടെ സ്ട്രാറ്റജി എന്തൊക്കെയാണ്, ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ ക്ലോസ് ആയിട്ട് ട്രാക്ക് ചെയ്യുക. അതിൽ ആളുകളുടെ ഇംപ്രഷൻ എങ്ങനെയാണ്, എത്ര ക്ലിക്സ് അതിന് വരുന്നുണ്ട്, എത്ര കൺവേർഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം അക്വിസിഷൻസ് വരുന്നുണ്ട്, ഇതിൻ്റെ ഒരു CPA എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ നിന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ആഡിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്. നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ട്, ആ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ, അത്തരത്തിൽ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി നമ്മുടെ ആഡിനുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് നമ്മുടെ ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കണ്ടന്റിൻ്റെ ക്വാളിറ്റി കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ എന്താ പറയുക എഡിറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പോസ് ചെയ്യേണ്ട സമയത്ത് അത് പോസ് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് ടൈമിൽ നമുക്കത് എന്താണ് റീകണ്ടിന്യൂ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മോണിറ്ററിങ്ങിലൂടെ പ്ലാൻ ചെയ്യാനും അതിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യാനും പറ്റുന്നതാണ്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് മീൻസ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് യൂട്ടിലൈസ് ആഡ് പ്ലാറ്റ്ഫോം അനലിറ്റിക്സ്. ഓരോ പ്ലാറ്റ്ഫോമിനും അതിൻ്റേതായിട്ടുള്ള അനലറ്റിക്സിൻ്റെ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടൂൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യും, മീൻസ് ഒബ്സർവ് ചെയ്യും. അതിൽ നിന്ന് എത്ര റിസൾട്ട് നമുക്കുണ്ട്, എത്രത്തോളം എന്താ പറയുക ആളുകൾ ഇതിൽ വരുന്നുണ്ട്, എൻഗേജ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ പ്ലാറ്റ്ഫോമിനും അതിൻ്റേതായിട്ടുള്ള ഡാഷ്ബോർഡ്സ് ഉണ്ട്, പെർഫോമൻസ് അനലൈസ് ചെയ്യുന്ന ഏരിയാസ് അതിലുണ്ട്. സോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അതിൻ്റെ ഡാറ്റാസൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയും അതിനനുസരിച്ചിട്ട് പിന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുക. അതാണ് നമ്മുടെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത്, ഒപ്റ്റിമൈസ് ക്യാമ്പയിൻസ് ഓൺ ദ ഗോ. അതായത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റ് ബിഡിങ് സ്ട്രാറ്റജി പിന്നെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഡാറ്റ ബേസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റണം, അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. നമ്മൾ ഒരിക്കലും അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ എന്താ പറയുക മടി കാണിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ എന്താണോ അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ റിസൾട്ട് എന്താണോ അതിനനുസരിച്ചിട്ട് നമുക്ക് എപ്പോഴും അതിന് എന്ത് തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി അതിൽ കൊണ്ടുവരാൻ, വേരിയേഷൻസ് കൊണ്ടുവരാനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കുക, അതിനുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇതിലൂടെയൊക്കെ മാത്രമേ കൂടുതൽ ഗ്രോത്ത് അല്ലെങ്കിൽ കൂടുതൽ എൻഗേജ്മെൻറ്റ് ഡ്രൈവ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, കൂടുതൽ ട്രാഫിക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ, കൂടുതൽ കൺവേർഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നു, അതിനെ നമ്മൾ ഇത്രയും മുടക്കുന്നു, ഇത്രയും ആളുകൾ കാണുന്നു എന്നുള്ളതല്ലാതെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു സെയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ദെൻ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് വരാം, പെയ്ഡ് അഡ്വർടൈസിങ് ഫോർമാറ്റ്സ്. അതായത് പല തരത്തിലുള്ള ഫോർമാറ്റിൽ നമുക്ക് ക്യാമ്പയിൻസ് കൊടുക്കാൻ പറ്റും. അത് മെയിൻലി വരുന്നത് 4 ടൈപ്പിലാണ്. നമ്മൾ മെറ്റാ ആഡ്സിൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കൊടുക്കുന്ന ഒന്ന് ഇമേജ് ആഡ്സ് ആണ്. നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കുന്ന പോസ്റ്റേഴ്സ്, ഡിസൈൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെന്ന് പറയുന്നത് വീഡിയോ ആഡ്സ് ആണ്. നമ്മൾ പലത്തിൽ ചില ഷോർട്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പല കമ്പനികളുടെയും ചെറിയ ചെറിയ വീഡിയോ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ എന്താണ് കെറോസൽ ആഡ്സ് എന്ന് പറയുന്നത്, നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്യാൻ പോകുന്ന മൾട്ടിപ്പിൾ ഫോട്ടോസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വീഡിയോസ് ഉള്ള മൾട്ടിപ്പിൾ ക്രിയേറ്റീവ്സ് നമുക്ക് സ്വൈപ്പ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഡിനെയാണ് നമ്മളെന്ന് പറയുന്നത് കെറോസൽസ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റോറീസ് ആഡ്സ്, നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോംസിൽ ഏറ്റവും കൂടുതൽ
ആളുകളെ എൻഗേജ് ചെയ്യിക്കുന്ന, വളരെ ഷോർട്ടായിട്ട് ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന, ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ നോർമലി ചെയ്യാറുള്ള ഒരു ഏരിയയാണ് സ്റ്റോറീസ് ആഡ്സ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ആക്ഷൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള 50% വർക്കും കൂടി അവിടെ കഴിഞ്ഞു. ഇതിനൊക്കെ ഒന്ന് ഓവറോൾ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, അഡീഷണൽ ആയിട്ട് കുറച്ച് ടിപ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, റീടാർഗറ്റ് വെബ്സൈറ്റ് വിസിറ്റേഴ്സ്. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള നമ്മുടെ പേജ് വിസിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. ഇവരെന്ത് ചെയ്യുക? റീടാർഗറ്റ് ചെയ്യുക. മീൻസ് ചില ആളുകൾ നമ്മുടെ പ്രോഡക്ട്സ് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ചില ആളുകളുടെ കോണ്ടാക്ട് ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. പലതരത്തിലുള്ള ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ലീഡ് ക്യാമ്പയിനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ആളുകളുടെയും കോണ്ടാക്ട് ലിസ്റ്റ് അതുപോലെ തന്നെ ഡാറ്റാസ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. സോ അത് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് മെസ്സേജസ് വരും നമ്മുടെ ആപ്ലിക്കേഷൻസ്, മീൻസ് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ പേഴ്സണലി നമുക്ക് മെസ്സേജസ് വരാറുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കോമൻസിലൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കണ്ടിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളുകളുടെ മെസ്സേജസ്, കോമൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് റീടാർഗറ്റ് ചെയ്യുക. നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും? ആഡ്സ് കൂടുതൽ അവർക്ക് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്ററെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഒരു എംപ്ലോയറെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഫീൽഡ് എന്ന് അറിഞ്ഞിരിക്കേണ്ട മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സോ നമ്മൾ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വാസ്തവമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. എന്താണെന്ന് വെച്ചാൽ, ഒരു സോഷ്യൽ മീഡിയ മാനേജർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഒരു കമ്പനിക്ക് ഉണ്ടെങ്കിൽ, ആ കമ്പനിക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ല ഇതൊക്കെയാണ് നമ്മുടെ റോൾസ്, ഇതൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ആ പോസ്റ്റിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കും അറിയില്ല. അതുപോലെ തന്നെ ആ കമ്പനിയിൽ ഹയർ ചെയ്യുന്ന ഒരു മാനേജർക്കും അറിയില്ല എന്നുള്ളതാണ് പലപ്പോഴും കണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ചില ആളുകൾ ചെയ്യുന്നത്, ഒരു സോഷ്യൽ മീഡിയ മാനേജർ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്ററെ അവിടെ അപ്പോയിന്റ് ചെയ്യുകയും അയാളെ കൊണ്ട് കുറച്ച് ഗ്രാഫിക് ഡിസൈൻസ് ചെയ്യിച്ച് ഡെയിലി ഒരു 10 പോസ്റ്റർ ചെയ്യിച്ച് അല്ലെങ്കിൽ ഒരു 20 പോസ്റ്റർ ചെയ്യിച്ചിട്ട് അത് ഡെയിലി നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അപ്ലോഡ് ചെയ്യുക, നമ്മുടെ സ്റ്റാറ്റസ് വെക്കുക, സ്റ്റോറി വെക്കുക. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റിയിലേക്ക് മാത്രം ഒതുങ്ങി വരുന്ന കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പെയ്ഡ് ആഡ്സിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അതിന് ചെലവഴിക്കാനുള്ള ഒരു എമൗണ്ട് ഇപ്പം നമ്മുടെ കയ്യിലില്ല, ഇത് തന്നെ അധികമാണ്, ഓർഗാനിക് റീച്ച് തന്നെ മാത്രം മതി എന്നുള്ള രീതിയിൽ പെയ്ഡ് ക്യാമ്പയിൻസിനെ പറ്റി യാതൊരു വിധത്തിലുള്ള ധാരണയും അവയർനെസ്സും ഇല്ലാത്ത സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആസ് എ സോഷ്യൽ മീഡിയ മാർക്കറ്ററിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ട് ഇതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ചെയ്തിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ, ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിലൂടെയൊക്കെ ഇത്ര റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഈ ഒരു പോസ്റ്റിൽ ആളുകൾ ചെയ്യേണ്ടത്. ഒരു പോസ്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റർ മാനേജർ എന്നുള്ള രീതിയിൽ പോസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തി ഇത്രയും വർക്കുകൾ ചെയ്യണം, ഇതിലൂടെയൊക്കെ നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ആ കമ്പനിയുടെ ഓണർ അതുപോലെ തന്നെ മാനേജറൊക്കെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതും കൂടിയാണ്. സോ ഈ രണ്ട് കൂട്ടർക്കും വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ let's hope for the best for your company. Thank you so much. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.